മഞ്ചേരി നഗരസഭയുടെ വിവിധ വാർഡുകളിൽ വയറിളക്ക രോഗങ്ങൾ, മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ നടപടി തുടങ്ങി. ഇതിന്റെ ഭാഗമായി നഗരസഭാ ചെയർപേഴ്സന്റെ ചേംബറിൽ നഗരസഭ ആരോഗ്യ സ്ഥിര സമിതി ചെയർപേഴ്സൺ, സെക്രട്ടറി, നഗരസഭ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് വിഭാഗം, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, മലപ്പുറം ജില്ലാ സർവൈലൻസ് ഓഫീസർ എന്നിവർ പങ്കെടുത്ത പ്രത്യേക യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും വിശദമായ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു. ആക്ഷൻ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ പരിധിയിലെ ഹോട്ടലുകൾ, കൂൾബാറുകൾ, ബേക്കറികൾ എന്നിവിടങ്ങളിൽ നഗരസഭാ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് വിഭാഗവും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സംയുക്തമായി മിന്നൽ പരിശോധന നടത്തി. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് 3 സ്ക്വാഡുകളായി തിരിഞ്ഞു നടത്തിയ പരിശോധനയിൽ 30ഓളം സ്ഥാപനങ്ങൾ പരിശോധിച്ചു. പരിശോധനയിൽ പഴകിയതും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായ ഭക്ഷ്യവസ്തുക്കളും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. പല സ്ഥാപനങ്ങളിലും അടുക്കളകളിലെ ശുചിത്വക്കുറവ്, അശാസ്ത്രീയമായ മാലിന്യ നിർമ്മാർജ്ജനം, ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലായ്മ, ജലപരിശോധനാ രേഖകളുടെ അഭാവം, വൃത്തിഹീനമായ അന്തരീക്ഷം തുടങ്ങിയ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തി. ഇതേ തുടർന്ന് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ന്യൂനതകൾ അടിയന്തരമായി പരിഹരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. സ്ഥാപനങ്ങൾക്ക് ന്യൂനതകൾ പൂർണ്ണമായും പരിഹരിച്ചതിന് ശേഷം മാത്രം പ്രവർത്തനം തുടരാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൺസൂൺ കാലയളവിൽ ഭക്ഷ്യസുരക്ഷയും ശുചിത്വവും ഉറപ്പാക്കുന്നതിനായി പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുമെന്നും നിയമലംഘനങ്ങൾ കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ലൈസൻസ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ജെ നുജൂം അറിയിച്ചു. പരിശോധനയിൽ നഗരസഭ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് വിഭാഗം സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ റഷീദുദ്ദീൻ മുല്ലപ്പള്ളി, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റജി തോമസ്, റിജുൽ മോഹൻ, സി രതീഷ്, സി നസ്രുദ്ദീൻ, ഒ എസ് പ്രിയ, പി സി ഷാമിൽ, പി ജംഷി എന്നിവരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരായ നദീർ അഹമ്മദ്, അമൃത, ഷിജി, ജയച്ചൈമാരായ അജു, ജാഫർ, ജിതേഷ്, ബിശ്വജിത്ത്, രേഷ്മ എന്നിവരും എപ്പിഡമോളജിസ്റ്റ് ഡോക്ടർ നീരജും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.